നമസ്കാരം. ജൂൺ 25, അതായത് ഇന്ന് തന്നെ വീഡിയോ കാണുന്ന ഇന്ന് തന്നെ രാവിലെ 10 മണിക്കാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ടൈറ്റിലിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ കോവിഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. നെഗറ്റീവാണ്. അതിപ്പോൾ നിങ്ങൾ എന്താ പറയുക, എൻ്റെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ളത്. നെഗറ്റീവാണ്. മൊറോക്കോയിൽ നിന്നും ജൂൺ 6-ാം തീയതി ഡൽഹിയിലെത്തിയ ഞങ്ങൾ 8 ദിവസത്തെ ഡൽഹി ക്വാറൻറ്റൈന് ശേഷം ജൂൺ 13-ാം തീയതിയാണ് ഇവിടെ കോഴഞ്ചേരിയിൽ എൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. കോഴഞ്ചേരിയിൽ എൻ്റെ വീട്ടിലെത്തിയിട്ട് കഴിഞ്ഞ 13 ദിവസമായിട്ട്, നാളെ എൻ്റെ ക്വാറൻറ്റൈൻ്റെ 14-ാമത്തെ ദിവസമാണ്, 13 ദിവസമായിട്ട് എൻ്റെ വീടിൻ്റെ മുകളിലുള്ള നിലയിൽ റൂം ക്വാറൻറ്റൈൻ ആയിരുന്നു. ശരിക്കും റൂം ക്വാറൻറ്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലത്തെ നില കംപ്ലീറ്റ് ഞാൻ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇവിടെയായിരുന്നു ശരിക്കും ഭക്ഷണമാണെങ്കിലും എല്ലാം ആണെങ്കിലും ശ്വേത ഇത്രയും ദിവസം മുകളിൽ കൊണ്ട് തരികയായിരുന്നു. റോഡ് സൈഡിൽ തന്നെയാണ് വീട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ശരിക്കും അലർജിക്കാണ്. അപ്പോൾ അലർജിക്ക് ആയതുകൊണ്ട് എനിക്ക് ഇപ്പോഴും ഉണ്ട്, എനിക്ക് ആ ഒരു, നിങ്ങൾക്ക് എൻ്റെ ശബ്ദത്തിൽ തന്നെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഒരു തുമ്മലും അതേപോലെ തന്നെ തലവേദന, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമുക്ക് എന്ത് അസുഖം വന്നാലും നമ്മൾ ദിശയിൽ വിളിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആശുപത്രിയിൽ വിളിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു തുമ്മലും തലവേദനയൊക്കെ കോവിഡിൻ്റെ ലക്ഷണങ്ങളാകാം, അതുകൊണ്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് കളയാം എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ച അനുസരിച്ച് കോഴഞ്ചേരി ഗവൺമെൻറ് ആശുപത്രിയിൽ പോയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടത്. കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്കിനും ഗവൺമെൻറ് ആശുപത്രിയിലായതുകൊണ്ട് തന്നെ ടെസ്റ്റ് സൗജന്യമാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ടെസ്റ്റുകൾ നടത്തണം എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ചില സ്ഥലങ്ങളിലുണ്ട്. അതിനെപ്പറ്റിയുള്ള വിശദവിവരങ്ങൾ നിങ്ങൾക്ക് കോവിഡ് ജാഗ്രത സൈറ്റിൽ നിന്നോ ഇല്ലെങ്കിൽ ആരോഗ്യ സേതു ആപ്പിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ആ പ്രൈവറ്റ് ക്ലിനിക്കുകൾ, ടെസ്റ്റിംഗ് ലാബുകളിൽ നിങ്ങൾക്ക് പോയിട്ട് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് 3500-4000 രൂപ എങ്ങാണ്ട് അതിന് ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവിൽ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ലാബുകളിൽ പോയി ടെസ്റ്റ് ചെയ്യാമെന്ന് അറിയാൻ കഴിഞ്ഞു. ഇവിടെ കോഴഞ്ചേരിയിൽ പ്രൈവറ്റ് ലാബുകളിൽ ടെസ്റ്റിംഗ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും എറണാകുളത്തൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ട്. കോവിഡ് നിരീക്ഷണത്തിലിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സർക്കാർ ചെലവിലാണ് ഇപ്പോഴും ടെസ്റ്റുകൾ നടത്തുന്നത്. ഇപ്പോൾ കേസുകൾ ഇനിയിപ്പോൾ അങ്ങോട്ട് കൂടിക്കൂടി വരുന്ന നിലയ്ക്ക് എങ്ങനെയാണ് സർക്കാർ ഇതിനെ കാണുന്നതെന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഡൽഹിയിലുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, കഴിഞ്ഞ ദിവസം നമ്മൾ ഡൽഹിയിൽ നമുക്ക് ഫേക്കായിട്ടൊരു സർട്ടിഫിക്കറ്റ് വരെ നമുക്ക് അവിടെ കിട്ടി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ അതിനെപ്പറ്റി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്കും അതിന് താഴെ വന്നിട്ട് ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് ഡോക്ടർ വന്നിട്ട് കുറേ എക്സ്പ്ലനേഷനൊക്കെ തരുന്നുണ്ടായിരുന്നു. പുള്ളി ഓൺ ഡിമാൻഡ് ഹോട്ടലിൽ വരുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ ഹോട്ടലുകാർ എല്ലാ ദിവസവും നമ്മുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യേണ്ടതാണ്, എന്നിട്ട് പുള്ളി അറിയിക്കുന്നതാണ്. അപ്പോൾ ഹോട്ടലുകാർ നമ്മളെ ചെക്ക് ചെയ്തിരുന്നില്ല. അപ്പോൾ ഹോട്ടലുകാരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നു. ഇവർ തമ്മിൽ മൊത്തത്തിൽ കോർഡിനേഷൻ്റെ വ്യത്യാസം, അങ്ങനെ പുള്ളി കുറേ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ആ ഒരു പോസ്റ്റിന് താഴെ വന്നിരുന്നു. ബട്ട് ദാറ്റ്സ് യൂസ്ലെസ്. കാരണം ഞങ്ങളെ ആരും കണ്ടതുമില്ല. പേഴ്സണലി നമ്മളെ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം അതിനകത്ത് എഴുതിയിരുന്നത്. ബട്ട് നമ്മളാരും ടെസ്റ്റ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ കേരളത്തിൽ വന്നപ്പോഴത്തേക്കിന് സ്ഥിതി എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. നമുക്ക് വന്ന ദിവസം മുതൽ ദിവസം 1-2 തവണയെങ്കിലും പല സ്ഥലങ്ങളിൽ നിന്നും, ആരോഗ്യ വകുപ്പിൽ നിന്നും അതേപോലെ തന്നെ പത്തനംതിട്ട കളക്ട്രേറ്റിൽ നിന്നും ജില്ലാ ആശുപത്രിയിൽ നിന്നുമൊക്കെ നമ്മളെ വിളിക്കുന്നു. നമ്മളെ മാത്രമല്ല, ഇവിടെ വന്നിരിക്കുന്ന ഒരുമാതിരി എനിക്ക് തോന്നുന്നു 90% ആൾക്കാരെയും അതാത് സ്ഥലത്തെ ആളുകൾ വിളിക്കുന്നു, സുഖവിവരം അന്വേഷിക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുന്നു, ക്വാറൻറ്റൈൻ മസ്റ്റായിട്ട് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നു, ക്വാറൻറ്റൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു തരുന്നു, പുറത്തിറങ്ങി നടക്കരുതെന്ന് നമ്മളെ ഉപദേശിക്കുന്നു. അങ്ങനെ പല പല കാരണങ്ങൾ പറയുന്നു. എന്തെങ്കിലും രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ ട്രീറ്റ് ചെയ്യണം, അതെങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു. ശരിക്കും കേരളം വളരെ മികച്ച രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ വലിയൊരു ഉദാഹരണം തന്നെയാണ്. അത് ഇന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു റിസൾട്ടിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്രയധികം കേസുകൾ ഇപ്പോഴും ഇവിടെ കുറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് പറയാം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ശരിക്കും പുതിയ ശീലങ്ങൾ നമ്മളിങ്ങനെ ഓരോന്ന് വരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആരംഭിച്ച ഒരു പുതിയൊരു ശീലമാണ് പുസ്തക വായന എന്ന് പറയുന്നത്. ശരിക്കും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇല്ലാതിരുന്ന ഒരു ശീലമായിരുന്നു അത്. ഏതൊരു വ്യക്തിയും അവരുടെ ജീവിതത്തിൽ കുറച്ചധികം പുസ്തകങ്ങൾ എന്തെങ്കിലും വായിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. പുസ്തകം വായിക്കുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി ബെനഫിറ്റുകൾ ഉണ്ടാകും എന്നുള്ളത് പുസ്തകം വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നു, അതിലുപരിയായിട്ട് നമുക്ക് നമ്മുടെ വാക്ചാതുര്യം വർദ്ധിക്കുന്നു, നമുക്ക് പല കാര്യങ്ങൾ കൂടുതലായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നു, പുതിയ വാക്കുകളും വാചകങ്ങളും നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നു, പല അറിവുകൾ ലഭിക്കുന്നു. അപ്പോൾ ആടുജീവിതം വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബൈജു ചേട്ടൻ്റെ ലണ്ടൻ യാത്ര അനുഭവങ്ങളാണ്. ലണ്ടനിലേക്ക് ഒരു റോഡ് യാത്ര എന്ന് പറഞ്ഞ ഈ പുസ്തകമാണ് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്.
ഈ പുസ്തകങ്ങൾ മാത്രമല്ല വേറെ കുറച്ച് പുസ്തകങ്ങൾ ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. കുറേ പുസ്തകങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ മേശ മുഴുവൻ അലമ്പായി കിടക്കുകയാണ്. മേശ മാത്രമല്ല, ഈ മുറി മുഴുവൻ അലമ്പായിട്ട് തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സഞ്ചാരം അതല്ലെങ്കിൽ സഫാരി മൾട്ടിമീഡിയ എന്ന് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇതിങ്ങനെ പാക്ക് ചെയ്താണ് വന്നത്. അപ്പോൾ ഇത് ആരുടെ ആയിരിക്കുമെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സന്തോഷ് കുളങ്ങര സാറ് ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ധാരാളം പുസ്തകങ്ങളല്ല, കുറച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകങ്ങളാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ച സമയത്ത് അദ്ദേഹം എനിക്ക് അയച്ചു തരികയായിരുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ നമ്പറിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പുസ്തകം പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. CD-കളൊക്കെ ധാരാളം അദ്ദേഹം അവരവിടെ സെല്ല് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും വാങ്ങാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് അയച്ചേക്കുന്നു. അല്ല, താങ്ക് യു സോ മച്ച്. അടിപൊളി, കണ്ടോ, ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് അയച്ച പുസ്തകങ്ങൾ. അപ്പോൾ നമുക്കിത് പൊട്ടിക്കാം. ഇന്നിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. ഇപ്പോൾ മണി 10:10. ഇതൊരു കിറ്റാണ് കേട്ടോ. 3 പുസ്തകങ്ങൾ അടങ്ങുന്ന ഒരു കിറ്റ്. 3 പുസ്തകങ്ങളാണ്. ഒരു റബ്ബിയുടെ ചുംബനങ്ങൾ, സഞ്ചാരം ചിത്രീകരണത്തിനായുള്ള 50 രാജ്യങ്ങളിലൂടെ നടത്തിയ യാത്രയിലെ അവിസ്മരണീയ അനുഭവങ്ങൾ, സന്തോഷ് ജോർജ് കുളങ്ങര. ഇതാണ് ആദ്യത്തെ പുസ്തകം. കൊള്ളാം. രണ്ടാമത്തെ പുസ്തകം എന്ന് പറയുന്നത് ഗ്രൗണ്ട് സീറോയിലെ നായകൻ എന്നുള്ളതാണ്. 9/11 നമ്മുടെ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്നില്ലേ, അപ്പോൾ അതിന് ശേഷമുള്ള അമേരിക്കയിലൂടെ ഒരു ദീർഘ സഞ്ചാരം എന്നുള്ളതാണ്. അത് അത്യാവശ്യം നല്ല വലിയ പുസ്തകമാണ്. ഇതിന് എത്ര പേജുണ്ട്? 398 പേജുകളുണ്ട് ഈ ഒരു പുസ്തകത്തിന്. 280 രൂപയാണ് ഈ പുസ്തകത്തിന് വില. റബ്ബിയുടെ ചുംബനങ്ങൾക്ക് 180 രൂപയും. പിന്നെ ഉള്ളത് ഒരു ചെറിയ പുസ്തകമാണ്, ബാൾട്ടിക് ഡയറി. ബാൾട്ടിക് തീരത്തെ പഴയ സോവിയറ്റ് രാജ്യങ്ങളിലൂടെ ഒരു സഞ്ചാരം എന്നുള്ളതാണ്. 140 രൂപയാണ് ആ പുസ്തകത്തിന് വില. അതും അത്യാവശ്യം നല്ല എന്താ പറയുക, നല്ല കാണാനും നല്ല ലുക്കൊക്കെ ഉള്ള പുസ്തകമാണ് എന്തായാലും. അപ്പോൾ നമുക്കിനി ഇത് വായിക്കണം. ബൈചേട്ടൻ്റെ ലണ്ടൻ യാത്രാ വിവരണങ്ങൾ വായിച്ചതിന് ശേഷം നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഇതാണ്. അതിനുശേഷം DC ബുക്സിൽ നിന്നും കുറച്ച് ട്രാവൽ പുസ്തകങ്ങൾ വരുന്നുണ്ട്. യാത്രാ പുസ്തകങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് വായിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം യാത്രകളാണല്ലോ നമ്മളുടെ ഒരു പ്രിയങ്കരവും. അതുകൊണ്ട് തന്നെ നമുക്ക് യാത്രാ പുസ്തകങ്ങളിൽ നിന്ന് തുടങ്ങാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതിനുശേഷം പതുക്കെ മോട്ടിവേഷനും ഫിക്ഷനും കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങണം. എന്തായാലും എൻ്റെ ജീവിതത്തിൽ കൊറോണ എന്നുള്ളത് കുറേയധികം മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. ഞാനൊരു ദിവസം അരമണിക്കൂറെങ്കിലും ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ പുസ്തകം വായിക്കാനായിട്ട് ഒരു ദിവസം ഞാൻ മാറ്റിവെക്കും എന്നുള്ളത് തീരുമാനിച്ചു വെച്ചിരിക്കുന്നു. അതേപോലെ തന്നെ മറ്റൊരു അരമണിക്കൂർ വ്യായാമം ചെയ്യുന്നതിനായിട്ട് മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഫിസിക്കൽ ഫിറ്റ്നസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കണമെന്നുള്ള തീരുമാനത്തിലുണ്ട്. അതേപോലെ തന്നെ കുറേയധികം മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരണം, കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊക്കെ തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ധാരാളം കൊറിയറുകൾ ഇപ്പോൾ നമുക്കിങ്ങനെ വരുന്നുണ്ട്. നമ്മളിങ്ങനെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് കുറേ കാര്യങ്ങൾ അൺബോക്സ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. നമ്മുടെ പ്ലേ ബട്ടൺ ഈസ് ഓൺ ദ വേ എന്ന് നമുക്ക് പറയാം. നമ്മുടെ ഗോൾഡ് പ്ലേ ബട്ടൺ ഈസ് ഓൺ ദ വേ. തിരുവല്ലയിൽ എത്തിയിട്ടുണ്ട്. മിക്കവാറും ഇന്നോ നാളെയോ എനിക്കത് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ഫാമിലിയോടൊപ്പം തന്നെ നമുക്കത് അൺബോക്സ് ചെയ്യാൻ ഉള്ള ഒരു അവസരം ദൈവം നമുക്ക് തരും. കാരണം 1 മില്യൺ ആയ സമയത്ത് നമുക്ക് നമ്മുടെ ഫാമിലിയെ വല്ലാതെ മിസ് ചെയ്തിരുന്നു. ആ സമയത്ത് നമ്മുടെ യൂട്യൂബ് ഫാമിലി മാത്രമാണ് നമ്മളുണ്ടായിരുന്നത്. എൻ്റെ വീട്ടുകാരും എൻ്റെ ഒപ്പം ഇല്ലായിരുന്നു എന്നുള്ളത് എനിക്ക് വളരെ വിഷമമുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ പ്ലേ ബട്ടൺ നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ധാരാളം ആളുകൾ ഇപ്പം ഇനിയിപ്പോൾ അങ്ങോട്ട് കേരളത്തിലെ ടൂറിസം വളരെ മികച്ച രീതിയിൽ വളരാവുന്ന സമയമാണ്. അത് മാത്രമല്ല നമ്മുടെ കേരളത്തിലെ ബിസിനസ്സുകൾ പതുക്കെ കാരണം പലരുടെയും ബിസിനസ്സുകൾ വളരെ മോശം അവസ്ഥയിൽ പോയി ഇരിക്കുന്നൊരു സമയമായിരുന്നു കൊറോണ കാരണം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പതുക്കെ പിക്കപ്പായി വരുന്നുണ്ട്. അപ്പോൾ ധാരാളം ആളുകൾ അവരുടെ ബിസിനസ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ടും അതേപോലെ തന്നെ റിസോർട്ടുകളും മറ്റുമൊക്കെ അവരുടെ ഇനിയിപ്പോൾ തുറന്നു തുടങ്ങിയ റിസോർട്ടുകളൊക്കെ അവരുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് എന്തായാലും കുറച്ച് നാൾ നമുക്ക് ഡെയിലി വ്ളോഗിങ്ങിനോടൊപ്പം തന്നെ നമുക്ക് അത്തരത്തിലുള്ള വളരെ മികച്ച സംരംഭങ്ങൾ, കേരളത്തിലെ തന്നെ നല്ല എൻ്റർപ്രണേഴ്സിൻ്റെ വളരെ മികച്ച സംരംഭങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താനും അതേപോലെ തന്നെ പുതിയ എൻ്റർപ്രണേഴ്സിനെ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താനൊക്കെ സാധിക്കും എന്ന് വിചാരിക്കുന്നു. ധാരാളം എൻ്റർപ്രണേഴ്സിനെ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഹാരിസിക്ക, സഹീർ ഭായ്, സുനീർ ഭായ്, അങ്ങനെ ധാരാളം ആളുകളെ നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ പുതിയ എൻ്റർപ്രണേഴ്സിനെ നമുക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താൻ സഹായകമാകും എന്നാണ് എനിക്ക് വിചാരിക്കുന്നത്.
വിചാരിക്കുന്നത്. കാരണം അറിയണം, ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ നിങ്ങളിൽ പലരും അറിയേണ്ട ഒത്തിരി വ്യക്തിത്വങ്ങൾ നമുക്ക് നമ്മുടെ ഇടയിലുണ്ട്. അവരെയൊക്കെ ദൈവം സഹായിച്ചാൽ നമുക്കൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം. ഇത്തരത്തിൽ ആർക്കെങ്കിലും നിങ്ങളുടെ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സുകൾ പ്രൊവൈഡഡ് നല്ല നല്ല ക്വാളിറ്റിയിൽ മികച്ച നിലവാരം കൊടുക്കുന്നത്, ഞാൻ വളരെ സെലക്റ്റീവാണ്. ധാരാളം ആളുകൾ, എനിക്ക് ഒരു ദിവസം 100-150 മെയിലുകളാണ് വരുന്നത്. അതിൽ നിന്നും വളരെ സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് ഞാൻ എല്ലാം സെലക്ട് ചെയ്യുന്നത്. ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും നല്ല സ്ഥാപനങ്ങളും നല്ല സംഭവങ്ങളും നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇമെയിൽ അയക്കാം. ഇമെയിൽ ID വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുസ്തക വായനകൾ ആരംഭിക്കുന്നു, പുസ്തക വായനകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം ആളുകൾ എനിക്ക് പല പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറേ ആളുകൾ എനിക്ക് പുസ്തകങ്ങൾ അയച്ചു തരുന്നുണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും നാളെയാണ് ഞാൻ ഇവിടെ നിന്നും താഴേക്ക് ഇറങ്ങി പോകാൻ പോകുന്നത്. കാരണം എൻ്റെ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് താഴത്തെ നിലയിലേക്ക് ഇറങ്ങി പോകാൻ പോകുന്നത്. അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം, അവരോട് അടുത്തിരുന്ന് സംസാരിക്കണം, അതൊക്കെയാണ് ആഗ്രഹം. കാരണം നമുക്ക് നെഗറ്റീവായി എന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ ക്വാറന്റൈൻ പീരീഡ് കഴിയാതെ കൊണ്ട് നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിറങ്ങി നടക്കാനായിട്ട് ഇപ്പം ഞാൻ എന്തായാലും പോകുന്നില്ല. 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ ഞാൻ പുറത്തിറങ്ങുള്ളൂ. പക്ഷേ ഞാൻ വീടിന് താഴേക്ക് ഇറങ്ങി പോകുന്നത് നാളെ മാത്രമേ ഇറങ്ങി പോവുള്ളൂ. അച്ഛൻ്റെ, അമ്മയുടെയും അനിയൻ്റെയും ഭാര്യയുടെയും കൂടെ ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം എന്നുള്ളത്, അവരോടൊപ്പം സംസാരിക്കണം. അതേപോലെ തന്നെ എന്നെ ഇവിടെ നിന്ന് മിസ് ചെയ്തോ, എന്തൊക്കെയാണ് ഇത്രയും ദിവസം അവർക്ക് എന്നിൽ നിന്ന് മിസ് ചെയ്തു എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോകളായിട്ട് നമുക്ക് അടുത്ത ദിവസം നമുക്ക് നാളെ കാണാം. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ വെച്ച് നിർത്തുന്നു. നമുക്ക് വളരെയധികം സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് ഇന്ന്. എന്തായാലും എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക. ഇപ്പം കോവിഡ് ടെസ്റ്റ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പോലും ഞാനിപ്പോൾ ഇറങ്ങി നടക്കുമ്പോഴത്തേക്കിനും മറ്റുള്ള കോവിഡ് പോസിറ്റീവായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായി സമ്പർക്കം ചെലുത്തിയാൽ ഞാൻ വീണ്ടും പോസിറ്റീവാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു തവണ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നീട് വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. നമ്മൾ എവിടെ പോകുമ്പോഴും കൃത്യമായിട്ട് മാസ്ക് വെച്ച് കൈകളൊക്കെ സാനിറ്റൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് വേണം പോകാനായിട്ട്. സാനിറ്റൈസ് ചെയ്യുന്ന കാര്യം കഴിഞ്ഞ ദിവസം കാണിച്ചപ്പോഴത്തേക്കിനും കൈകൾ പ്രോപ്പറായിട്ട് സാനിറ്റൈസ് ചെയ്യണം, അവിടെ ഇവിടെയൊക്കെ തേക്കണം, നഖത്തിനിടയ്ക്കൊക്കെ തേക്കണം എന്നൊക്കെ പലരും എന്നോട് പറഞ്ഞിരുന്നു. ശരിയാണ്, ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു കാഷ്വലായിട്ട് ഇങ്ങനെ കാണിച്ചു പോയതാണ്. ഒരു 30 സെക്കൻഡ്സ് എങ്കിലും നമ്മൾ പ്രോപ്പറായിട്ട് കൈ വളരെ മികച്ച രീതിയിൽ തുടച്ച് നഖത്തിനിടയ്ക്കും അവിടെ ഇവിടെയൊക്കെ തുടച്ച് നല്ല രീതിയിൽ സാനിറ്റൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ മാസ്ക് വെക്കുമ്പോഴും നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മുടെ മൂക്കും വായും കൃത്യമായിട്ട് അടഞ്ഞു എന്ന് ഉറപ്പ് വരുത്തണം മാസ്ക് വെക്കുമ്പോൾ. അതേപോലെ തന്നെ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊടാൻ പാടില്ല. അതേപോലെ തന്നെ റീയൂസബിൾ മാസ്ക് ആണെന്നുണ്ടെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ അത് കഴുകുകയും, അതേപോലെ തന്നെ ഇത് പ്രോപ്പറായിട്ട് ഇപ്പം ഇതിനെല്ലാം എഴുതിയിട്ടുണ്ടാവും 30 ദിവസം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 30 തവണ മാത്രമേ ഇത് കഴുകി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഉപയോഗിച്ചതിന് ശേഷം അത് ഡിസ്പോസ് ചെയ്യുകയും വേണം. പ്രോപ്പറായിട്ട് റോഡിലും സമീപത്തും എവിടെയും വലിച്ചെറിയാൻ പാടില്ല. കൃത്യമായിട്ട് കത്തിച്ച് കളയുകയോ ഡിസ്പോസ് ചെയ്യുകയോ വേണം. അതേപോലെ തന്നെ ഏറ്റവും മികച്ചത്, ഇപ്പം റീയൂസബിൾ മാസ്കുകൾ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും മികച്ചത് ഒരു സർജിക്കൽ മാസ്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നും വാങ്ങി വെക്കുന്നത് തന്നെയാണ് ഏറ്റവും മികച്ച കാര്യം എന്ന് പറയുന്നത്. റീയൂസബിൾ മാസ്ക്, ഫാഷനബിൾ മാസ്കുകൾ ധാരാളം വരുന്നുണ്ട്. എന്നെ തന്നെ പലരും കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഫാഷനബിൾ മാസ്കുകൾ, ഇതേപോലെയുള്ള മാസ്കുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി. പക്ഷേ എന്നിരുന്നാലും അതൊക്കെ പ്രൊമോട്ട് ചെയ്യുമെന്നുണ്ടെങ്കിൽ പോലും അതിനൊക്കെ നമ്മൾ പറയുന്നൊരു ഡിസ്ക്ലൈമർ എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള റീയൂസബിൾ മാസ്കുകൾ വൈറസ് പ്രൊട്ടക്ഷന് മികച്ചതായിരിക്കില്ല എന്ന് നമുക്ക് പറയാം. കാരണം അത് ഇറ്റ്സ് മെയ്ഡ് ഫോർ ഡസ്റ്റ്, അതേപോലെ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് അത് ഉപയോഗിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സർജിക്കൽ മാസ്കുകളും അതേപോലെ തന്നെ ബഡ്ജറ്റുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് വിമാനങ്ങളിലും ട്രെയിനുകളിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ N95 മാസ്കുകൾ അല്ലെങ്കിൽ സർജിക്കൽ മാസ്കുകൾ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. മാസ്കുകളെ കുറിച്ചുള്ള ധാരാളം വിവരങ്ങൾ ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. അതിൽ ട്രസ്റ്റഡ് സോഴ്സിൽ നിന്നും വിവരങ്ങൾ എടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ കൊറോണയോടൊപ്പം ജീവിക്കുകയാണ് ശരിക്കും ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ കൊറോണയെ പ്രതിരോധിച്ചുകൊണ്ട്, കൊറോണ വരാതെ നമ്മൾ തന്നെ കാത്തുകൊണ്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സേഫായിട്ട് മുന്നോട്ട് പോകാം. യാത്രകൾ ഏറ്റവും കൂടുതൽ നടത്തുന്ന എന്നെ പോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ യാത്രകൾ ജോലിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലമാണ് ഇനി അങ്ങോട്ട് കുറച്ച് നാളത്തേക്ക്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വളരെയധികം കെയർഫുൾ ആയിരിക്കണം, പ്രത്യേകിച്ച് ബാക്കിയുള്ള ആളുകളുമായിട്ട് ഇടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാം. അപ്പോൾ മറ്റൊരു വീഡിയോ വേണം നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ.